ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റാമിൻ അഗോണിസ്റ്റ് ആണ് കേട്ടോ. സോ ഭയങ്കര ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓൾറെഡി ഹിസ്റ്റാമിൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ ഹിസ്റ്റാമിൻ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്, ഇൻക്രീസ് ആക്ടിവിറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്റാമിൻ അഗോണിസ്റ്റ് നമുക്ക് 4 സബ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിനെ ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ആക്ടിവിറ്റി കൂട്ടുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് രണ്ടെണ്ണം ആയിരിക്കും അവർ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇനി ഹിസ്റ്റാമർജിക് അഗോണിസ്റ്റിന് എക്സാമ്പിൾ നോൺ സെലക്റ്റീവ് അഗോണിസ്റ്റ് ഉണ്ട്, സെലക്റ്റീവ് H1 അഗോണിസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ സെലക്റ്റീവ് H2 അഗോണിസ്റ്റ് ഉണ്ട്, സെലക്റ്റീവ് H3 അഗോണിസ്റ്റ് ഉണ്ട് കേട്ടോ. സോ അത് മാത്രമല്ല ഫർദർലി തെറാപ്യൂട്ടിക് യൂസോടെയാണ് ഈ അഗോണിസ്റ്റ് തീരുന്നത് കേട്ടോ. അപ്പൊ നോൺ സെലക്റ്റീവ് അഗോണിസ്റ്റ് ഓക്കെ ഫൈൻ, അത് ഒരു സ്പെസിഫിക് ആയിരിക്കില്ല എന്നുള്ളതാണ്. സെലക്റ്റീവ് H1 ആണെങ്കിൽ 2-methyl ഹിസ്റ്റാമൈൻ, 2-prydyl ethylamine ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സെലക്റ്റീവ് H2 അഗോണിസ്റ്റ് ആണെങ്കിൽ ഡൈമാപ്രിഡ് ആൻഡ് ഇബ്രോമൈഡ് ആണ്. ആൻഡ് സെലക്റ്റീവ് H3 അഗോണിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ R-alpha-methyl histamine ആൻഡ് ഇമറ്റിറ്റ് ആണ് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളാം. തെറാപ്യൂട്ടിക് യൂസ് ആണ്, നമുക്ക് അലർജി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിന് മാത്രമല്ല ഹിസ്റ്റാമിൻ സെൻസിറ്റിവിറ്റി എത്രയുണ്ട് എന്നുള്ളത്, ഗ്യാസ്ട്രിക് സെക്രീഷൻ ടെസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹിസ്റ്റാമിൻ അഗോണിസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റാമിൻ അഗോണിസ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഹിസ്റ്റാമിൻ ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ആന്റി ഹിസ്റ്റാമൈൻസ് എന്ന് പറയും. നമ്മൾ നോർമലി ആന്റി ഹിസ്റ്റാമിൻസ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ പറയുക എന്താണ്, ഹിസ്റ്റാമിൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുക. ആന്റി ഹിസ്റ്റാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. So these drug antagonize the action of histamine release in the body or administered externally. നമ്മൾ ഒന്നെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നതിന്റെ ആക്ഷനെ ആന്റഗോണൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഈ അലർജിക് ഡിസോർഡർ, പെപ്റ്റിക് അൾസറിന്റെ ഒക്കെ സിംറ്റംസ് ഒക്കെ റിലീഫ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ഞാൻ ക്ലബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ് ആണ്. സോ ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ് എക്സാമ്പിൾ ആരാണ്, അഡ്രിനലിൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഹിബിഷൻ ഓഫ് ഹിസ്റ്റാമിൻ റിലീസ്, ഡൈസോഡിയം ക്രോമോഗലേറ്റ് ആൻഡ് ന്യൂഡോക്രോമൽ സോഡിയം, കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഒക്കെയാണ് സിട്രസിനൊക്കെ എക്സാമ്പിൾ ആണ്. ആൻഡ് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് അറ്റ് ഹിസ്റ്റാമിൻ റിസപ്റ്റർ. സോ നമുക്ക് ഹിസ്റ്റാമിൻ റിസപ്റ്ററിൽ എന്താണ്, കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് ആണ്. അതിൽ H1 ആന്റഗോണിസ്റ്റിൽ ട്രൈപ്രോലിഡൈൻ ആൻഡ് ക്ലോർഫിനറാമൈൻ, H2 ആന്റഗോണിസ്റ്റ് റാനിറ്റിഡിൻ, ഫാർമറ്റിഡിൻ, H3 ആന്റഗോണിസ്റ്റ് ലൊഡോഫെൻപ്രോയിഡ് ആൻഡ് ക്ലോബെൻപ്രോപ്പിറ്റ്, ആൻഡ് H4 ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ തയോപെർമൈഡ് ആണ്. സോ ബേസിക്കലി മെക്കാനിസം ഓഫ് ആക്ഷൻ വിത്ത് ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റിനാണ് എക്സാമ്പിൾ അഡ്രിനലിൻ കൊടുത്തിട്ടുള്ളത്. ഇൻഹിബിഷൻ ഓഫ് ഹിസ്റ്റമിൻ റിലീസ് ആണെങ്കിൽ ആ ഡ്രഗ്സ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് ഹിസ്റ്റമിൻ റിസപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഹിസ്റ്റമിൻസ് ആണ്. സോ ബേസിക്കലി ആദ്യം പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സുകളാണ്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഹിസ്റ്റമിൻ നമ്മൾ നോക്കുവാണ്. അതിൽ ഹൈലി സെഡേറ്റീവ്, മൈൽഡ് സെഡേറ്റീവ് ആൻഡ് നോൺ സെഡേറ്റീവ് എന്നും പറഞ്ഞിട്ട് H1 ആന്റഗോണിസ്റ്റ്, H2 ആന്റഗോണിസ്റ്റ് ആൻഡ് H3 ആന്റഗോണിസ്റ്റ് രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ പഠിച്ച സെയിം സാധനം മെക്കാനിസം ഓഫ് ആക്ഷന്റെ തന്നെയാണ് ഇവിടെയും വരുന്നുണ്ടാവുക. H1 ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ കൺവെൻഷണൽ ആന്റി ഹിസ്റ്റമൈൻസ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം GPAT ഒക്കെ നോക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ആൻഡ് ഹൈലി സെഡാറ്റീവിലാണ് ഡൈഫെൻ ഹൈഡ്രാമൈൻ, ഹൈഡ്രോക്സൈഡിൻ ഒക്കെ എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈൽഡ്ലി സെൻസിറ്റീവ് ആണ് ക്ലോർഫിനറാമൈൻ. ആൻഡ് നോൺ സെഡേറ്റീവ് ലൊറാറ്റാഡിൻ, സിട്രസിൻ ഒക്കെയാണ് കണ്ടോ. നോൺ സെഡേറ്റീവ് ഒക്കെ സിട്രസിനൊക്കെ എക്സാമ്പിൾ ആണ്. പക്ഷേ ഒരു ചെറിയൊരു സ്റ്റഡീസ് നമുക്ക് കിട്ടുന്നുണ്ട്, കുറക്കൊക്കെ തോന്നാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് H2 ആന്റഗോണൈസ്ഡ് ആണ്. സോ എക്സാമ്പിൾ റാനിറ്റിഡിൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ തന്നെ ഫസ്റ്റ് H2 ബ്ലോക്കർ ഉണ്ട്, ബ്രൂമാമൈഡ്. ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് പറയുകയാണെങ്കിൽ പെപ്റ്റിക് അൾസർ, ഡിയോഡിനൽ അൾസർ ഒക്കെ എക്സാമ്പിൾ ആണ്. ആൻഡ് H3 ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ തയോപെറമൈഡ് ആൻഡ് ക്ലോബെൻപ്രോപ്റ്റൈഡ് ആണ്. തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യലി ഇൻ ന്യൂറോ സൈക്കാട്രി. സോ ന്യൂറോ സൈക്കാട്രിയിൽ അറ്റൻഷൻ, ലേണിംഗ്, വേക്ക്ഫുൾ, അതായത് കൊഗ്നേറ്റീവ് ആക്ഷൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് H3 ആന്റഗോണിസ്റ്റുകൾ. ആൻഡ് കൺട്രോൾ കൺവൽഷൻ. സോ കൺവൽഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കറിയാം ക്ലാസിഫിക്കേഷൻ ഗെയിം കുറച്ച് ടഫായിരിക്കും, നിങ്ങളിത് പഠിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ക്ലാസിഫിക്കേഷൻ അങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് H1 ആന്റഗോണിസ്റ്റ് ആണ്. സോ എന്തൊക്കെയായിരിക്കും
ഫസ്റ്റ് വൺ ഈസ് നമുക്ക് ഓൾറെഡി അറിയാം ഹിസ്റ്റമിന്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുക. അപ്പൊ എന്താണ് പ്രിവെന്റ് ഹിസ്റ്റാമിൻ ഫ്രം ബൈൻഡിങ് ടു H1 റിസപ്റ്റർ. രണ്ട് ആന്റി അലർജിക് എഫക്റ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം ഇച്ചിങ്, പിന്നെ ആൻജിയോഡിമ, പിന്നെ യുർട്ടിക്കേറിയ പോലുള്ള ഈ തടുപ്പും അല്ലെങ്കിൽ ഈ നമുക്ക് ചൊറിച്ചിലൊക്കെ വരില്ല, അതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് CNS എഫക്റ്റ്, സെഡേറ്റീവ് ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ജനറേഷൻ മാറുന്ന അനുസരിച്ച് മൈൽഡ് മോഡറേറ്റ് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് എൻഹാൻസ് CNS ഡിപ്രസൻസ്, സോ CNS ഡിപ്രസൻസിനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ആന്റി കൊളിനർജിക് ആക്ഷൻ, സോ റെഡ്യൂസ് ലാക്രൽ ആൻഡ് നേസൽ സെക്രീഷൻ. സോ നമുക്ക് ഓൾറെഡി അറിയാം ഹിസ്റ്റാമിനെ ബ്ലോക്ക് ചെയ്യുവാണ്, ആ സമയം എന്ത് ചെയ്യുന്നു, ഓൾറെഡി സെക്രീഷൻസ് എല്ലാം കുറയുവാണ് ചെയ്യേണ്ടാവുക അല്ലേ. സോ ഹിസ്റ്റാമിൻ ഉണ്ടാവുമ്പോൾ സെക്രീഷൻസ് കൂടുകയും പിന്നെ ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ കുറയുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആന്റി കൊളിനർജിക് ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ആന്റി എമറ്റിക് ആൻഡ് ആന്റി ടസീവ് ആക്ഷൻ ആണ്. മോർണിംഗ് സിക്നസ് ആൻഡ് മോഷൻ സിക്നസ് ഇല്ലേ, ഈ പ്രഗ്നന്റ് ആയ ലേഡീസിനൊക്കെ ചില സമയത്ത് ഈ മോർണിംഗ് സിക്നസ് കാണിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ആന്റി എമറ്റിക് അല്ലെങ്കിൽ ആന്റി എമറ്റിക് എന്താണ്, ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആന്റി ടസീവ് ആണെങ്കിലോ നമുക്ക് ഈ ചുമയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ ചില ഡോക്ടേഴ്സൊക്കെ പണ്ട് ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ സിട്രസിനൊക്കെ എഴുതി കൊടുക്കേണ്ട ചുമയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം ബേസിക്കലി ഒരു ആന്റിടസീവ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ലോക്കൽ അനസ്തെറ്റിക് എഫക്റ്റ് ഉണ്ട്. ആൻഡ് ആൻഡാസോളൈൻ അല്ലെങ്കിൽ മെപ്രാമൈൻ പോലുള്ള ലിമിറ്റഡ് യൂസ് ആണ്, എല്ലാത്തിനും അങ്ങനെയില്ല. ലോക്കൽ അനസ്തെറ്റിക് അറിയാലോ അല്ലെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം അനസ്തേഷ്യ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാം, ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ എന്ന് നമ്മൾ പറയാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ബ്ലഡ് പ്രഷർ ആണ്. IV അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും എന്നുള്ളതാണ്. സോ ഇതൊക്കെ എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി എന്താന്നുള്ളത് ആദ്യം പഠിച്ച് നമുക്ക് എളുപ്പമാണ്. അപ്പൊ സെഡേഷൻ എന്താണ്, അതിന് എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ പഠിച്ച് നിങ്ങൾക്ക് അഡ്വൈസ് പറ്റില്ല. സെഡേഷൻ, ഡ്രൗസിനെസ്, ആന്റി കൊളിനർജിക് എഫക്ട്, കാര്യം എല്ലാം കുറയുമല്ലേ ചെയ്യുക. ഡ്രഗ് അലർജി, ചില സമയത്ത് ഈ ട്രോപ്പിക്കൽ ഏജന്റ്, നമ്മൾ ലോക്കലി കൊടുക്കുന്ന ട്രോപ്പിക്കൽ ഏജന്റ്സും ഒക്കെ ഡ്രഗ് അലർജി കാണിക്കാറുണ്ട്. പിന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത ടോളറൻസ് ഉണ്ടാവും, ഒന്നും ഏക്കാണ്ടാവും, എത്ര കഴിച്ചാലും എന്തില്ല, അസുഖം കുറയുണ്ടാവില്ല. ആൻഡ് ടെറോട്ടോജനിക് എഫക്ട്, അതായത് ഈ ഹൈഡ്രോക്സൈൻ പോലുള്ള ഡ്രഗ് ഒക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരെ കൊടുക്കുവാണെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും. അതിനാണ് നമ്മൾ ടെറാട്ടോജനിക് എഫക്ട് എന്ന് പറയുക. ആൻഡ് ടോക്സിറ്റി, സോ കൺവൽഷൻ, കോമ, ഹാലുസിനേഷൻ, എക്സൈറ്റ്മെന്റ് പോലെ ടോക്സിസിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ടോക്സിറ്റി എപ്പോഴും ഉണ്ടാകണം എന്നില്ല, നമുക്ക് പറയുന്ന അളവിനേക്കാൾ കൂടുകയാണെങ്കിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 5 mg ആണ് സിട്രസിൻ പറയുന്നതെങ്കിൽ ഒരു 20 mg കഴിക്കുവാണെങ്കിലാണ് 20 എന്നല്ല 5നേക്കാൾ കൂടിയാൽ തന്നെ ടോക്സിക് ആവുന്നു. സോ അതാണ് കേട്ടോ. ആൻഡ് ഹൈ ഡോസിലാണെങ്കിൽ ഗ്യാസ്ട്രിക് ഡിസ്ട്രസ്, ബ്ലഡ് വിഷൻ, ഹൈപ്പോ ടെൻഷൻ ഒക്കെ ഉണ്ടാകും കേട്ടോ. ശ്രദ്ധിക്കണം, ഹൈപ്പോ ടെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് H1 ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ അലർജിക് ഡിസോർഡർ, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ, സർജറിക്ക് മുന്നേ കൊടുക്കുന്ന ഡ്രഗ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണ്, ആങ്സൈലറ്റിക് ആണ്, പാർക്കിൻസോൺസിന് കൊടുക്കാം, വെർട്ടിഗോ, മോഷൻ സിക്നസിന് കൊടുക്കാം. ആൻഡ് കഫ് സിറപ്പ്, കോമൺ കോൾഡിലെ കഫ് സിറപ്പിലൊക്കെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആരാണ്, ഈ H1 ആന്റഗോണിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റാമൈൻസ് ഉണ്ട്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സെലക്റ്റീവ് H1 ബ്ലോക്കർ, സെലക്റ്റീവ് ആണ്. സോ സെഡേഷൻ ഇല്ലാത്തതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ H1 ബ്ലോക്കർ എന്താണ്, മൈൽഡ് ആണല്ലേ. മൈൽഡ് ആണെന്ന് പറയുന്ന റീസൺ എന്തുകൊണ്ടാണ്, കാര്യം നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരർ ക്രോസ് ചെയ്യുന്നില്ല, നമ്മുടെ ബ്രെയിനിലുള്ള ആ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരർ ക്രോസ് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പുവർ പെനിട്രേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഡ്രഗിന്റെ ആക്ഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. എവിടെ, നമ്മുടെ ബ്രെയിനിൽ. ആൻഡ് നോൺ ആന്റി കൊളിനർജിക് എഫക്റ്റ് ആണ്, ലോങ് ആക്ടിങ് ആണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എല്ലാ അലർജിക്കും ഉപയോഗിക്കാൻ പറ്റില്ല, ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് മോഷൻ സിക്നസ്, കഫ്, സെഡേഷൻ ഒക്കെ അതിലൊക്കെ ഇൻഎഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ആൻഡ് മോർ എക്സ്പെൻസീവ് ആണ്, ഫസ്റ്റ് ജനറേഷനേക്കാൾ മോർ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. ആൻഡ് H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഉണ്ട്, ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിമെറ്റിഡിൻ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾ റാൻറ്റിഡിൻ, ഫോമറ്റിഡിനൊക്കെ എക്സാമ്പിൾ ആണ്. പെപ്റ്റിക് അൾസർ ആൻഡ് സോളിഞ്ചർ എലിപ്സൺ സിൻഡ്രം. ആൻഡ് ഗേർഡ് എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ഈ പുളിച്ച് തെവിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വരുമ്പോൾ നമുക്ക് എന്തിങ്ങനെ മേലേക്ക് എരിഞ്ഞു കയറുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയാണ് ഗേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ കോറിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ സൊലിഞ്ചിയർ എലിസൺ സിംറ്റം അല്ലെങ്കിൽ ഡിസോർഡർ വെച്ചാൽ നമ്മൾ ഡൈജസ്റ്റിക് ഡിസോർഡറിൽ കൂടുതലായിട്ട് എന്താണ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു രീതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊലിഞ്ചർ എലിസൺ ഡിസോർഡർ എന്ന് പറയുക. സോ ബേസിക്കലി ട്യൂമേഴ്സ് ഒക്കെ വൈകുന്നത് ഉണ്ടെങ്കിൽ, മുഴയൊക്കെ ഉണ്ടെങ്കിലാണ് നോർമലി കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ ആസിഡൊക്കെ സെക്രീറ്റ് ചെയ്യുക. അഡ്വേഴ്സ് എഫക്റ്റ്, ഹെഡ് ഏക്ക്, ഫെറ്റീഗ്, ഡിസിനസ്, ഗൈനക്കോമാസ്റ്റിയ ആൻഡ് ഹെപ്പാറ്റോക്സിറ്റി. സോ ഗൈനക്കോമാസ്റ്റിയ വെച്ചാൽ മെയിലിന് നെഞ്ച്, ഫീമെയിലിനെ പോലെ വളരുക, അതാണ് നമ്മൾ ഗൈനക്കോമാസ്റ്റിയ പറയുക. ഫെറ്റീഗ് അറിയാലോ, തളർച്ച. ഡിസിനസ് അറിയാലോ, ചെറിയൊരു എന്താണ് ബോധക്ഷയം പോലെയൊക്കെ.
ഹെപ്പാറ്റോക്സിറ്റി, നമുക്ക് എന്താണ് ലിവർ ടോക്സിറ്റി ആണ്, ഹെപ്പാറ്റോക്സിറ്റി സോറി. സോ H3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഉണ്ട്. സോ തയോപെറമൈഡ് ആൻഡ് ക്ലോബൻ പ്രൊപ്പിറ്റൈഡ് ആക്ഷൻ പറയുവാണെങ്കിൽ ഹിസ്റ്റമിൻ റിലീസ്, നമ്മൾ സ്റ്റൊമക്കിൽ ഹിസ്റ്റമിൻ റിലീസ് കുറയ്ക്കുവാണ് ചെയ്യുക. ആൻഡ് ന്യൂറോ സൈക്കാട്രിക് യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി കോഗ്നേറ്റീവ് ആക്ഷൻ പോലുള്ള ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എളുപ്പമാണ്, ഒന്നുമില്ല, എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോലിംഗ്ഡ് ആണ് എന്നുള്ളതാണ് കേട്ടോ. നോക്കാൻ പോകുന്നത് സെറോട്ടോണിൻ ആണ് കേട്ടോ. ബേസിക്കലി സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരു മോണോ അമിനോ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ ബേസിക്കലി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആൻഡ് ഒരു അമിനോ ഗ്രൂപ്പ് ഉള്ളതാണ്. ആൻഡ് വാസോ കൺസ്ട്രക്ടർ ആക്ടിവിറ്റി ഉണ്ട്. എന്തുണ്ട്, വാസോ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ, കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൗണ്ട് ഇൻ GI ട്രാക്ട്, പ്ലേറ്റ്ലെറ്റ് ആൻഡ് CNS ഓഫ് ഹ്യൂമൻ ആനിമൽസ്. സോ GI ട്രാക്റ്റിൽ, പ്ലേറ്റ്ലെറ്റിൽ, CNS കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു പ്രിക്വേഴ്സർ ആണ്. ട്രയോഫെൻ ഓൾസോ ഫൗണ്ട് ഇൻ പ്ലാന്റ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രിക്വേഴ്സർ ആണ്. നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുക, നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ബിഹേവിയർ, ഇതിനൊക്കെ ഒരു വലിയൊരു ഘടകം ആരുണ്ട്, സെറോട്ടോണിന് പങ്കുണ്ട് എന്നുള്ളതാണ്, മറന്നു പോകരുത്. സോ ഇനി ബയോസിന്തസിസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ, സോ സിന്തസിസ് നടക്കുക, സിന്തസിസ് ഫ്രം ട്രിപ്റ്റോഫാൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിക്കോസർ ആണ്, ട്രിപ്റ്റോഫാൻ ആണ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഇൻ എൻഡ്രോക്രൊമാഫിൻ സെൽസ്, അതായത് ജിയോ മ്യൂക്കോസ് സെൽസിലാണ് ഇത് ഉണ്ടാവുക. ആൻഡ് സെറോട്ടോനർജിക് ന്യൂറോൺസ് സ്റ്റോർഡ് ഇൻ ഗ്രാനൂൾസ് വിത്തിൻ ദീസ് സെൽസ്. സോ ഇത് ഗ്രാനൂൾസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, GI ട്രാക്ട്, പ്ലേറ്റ്ലെറ്റ്, CNS ആണ്. ഗ്രാനൂൾസ് അറ്റ് എവിടെയാണ്, GI മ്യൂക്കോസ അല്ലെങ്കിൽ സെറോട്ടോനർജിക് ന്യൂറോൺസിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, മറന്നു പോരുത്. ആൻഡ് നമ്മൾ വേറെ എന്താ പറഞ്ഞത്, പ്രിക്വേഴ്സർ ആണെന്ന് പറഞ്ഞല്ലേ, ലൈക്ക് ഫ്രൂട്ട്സ്, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ്, അത് മറന്നു പോകരുത്. ആൻഡ് പാത്വേ പറയുകയാണെങ്കിൽ ട്രിപ്റ്റോഫാനിൽ നിന്ന് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാനാൻ ഉണ്ടാകുന്നു. ആൻഡ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫൈറ്റമിൻ ഉണ്ടാകുന്നു. ഡീഗ്രേഡ് ചെയ്ത് 5-ഹൈഡ്രോക്സി ഇൻഡോലാക്റ്റിക് ആസിഡ്, അത് 5-HIAA ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ പാത്വേ. സോ പാത്വേ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് പ്രിക്കോസർ ഇതാണ്, ട്രിപ്റ്റോഫാൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അത് മറന്നു പോവാതെ ഇരിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5-HT റിസപ്റ്റർ ആൻഡ് ആക്ഷൻ ആണ്. സോ 5-HT1 AF ആണെങ്കിൽ CNS ബ്ലഡ് വെസൽസ് ആണ്, നമ്മുടെ ബിഹേവിയർ, സ്ലീപ്പ്, ആങ്സൈറ്റി, വാസോ കൺസ്ട്രക്ഷൻ. ആൻഡ് മെക്കാനിസം പറയുവാണെങ്കിൽ ഡിക്രീസ് CAMB ഓർ IP3DAG ലെവൽ. സോ ഇത് പഠിക്കാൻ പാടാണ്, അത് മനസ്സിലാക്കി പോകാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെറുതെ വലിയ നോട്ട് കൊടുക്കാതെ സിമ്പിൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ CNS ബ്ലഡ് വെസൽ, സ്ലീപ്പ്, ആങ്സൈറ്റി, വാസോ കൺസ്ട്രക്ഷൻ, CAMB ഓർ IP3DAG ആണ്. ആൻഡ് 5-H2 AC ആണ്. CNS സ്മൂത്ത് മസിൽ, പ്ലേറ്റ്ലെറ്റ്, GIT ആണ്. ആൻഡ് എക്സൈറ്റേറ്ററി എഫക്ട്, അത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, മസിൽ കൺട്രാക്ഷൻ ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. സോ IP3DAG ലെവൽ കുറയ്ക്കുവാണ് ചെയ്യുക. ഇനി 5-HT3 ആണെങ്കിലോ PNS CNS ആണ്. സോ കോസ്റ്റ് ന്യൂറോണൽ എക്സൈറ്റേഷൻ, MSS, നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നില്ല, ആൻസൈറ്റി ഒക്കെയാണ്. ആൻഡ് മെക്കാനിസം ആക്ട് വിയ അയോൺ ചാനൽ ആക്ടിവേഷൻ ആണ്. ആൻഡ് 5-HT4, 6, 7 ആണെങ്കിൽ GI മോഡലിറ്റി, CNS എക്സൈറ്റേഷൻ, ബിഹേവിയർ ആൻഡ് ഇൻക്രീസ് CAMB. സോ നിങ്ങളോട് ചെയ്യേണ്ടത് നോക്കുക, ഇതും 1ഉം 2ഉം എന്താണ്, DAG ആണ്. 1ഉം 2ഉം DAG ആണ്. 3 ആണെങ്കിൽ അയോൺ ചാനലാണ്. ആൻഡ് 4, 6, 7 ആണെങ്കിൽ CAMB ആണ്. ഇങ്ങനെ പഠിക്കുക, 1, 2 CAMB, കാര്യം അല്ലെങ്കിൽ DAG പഠിക്കുക, കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1ഉം 4ഉം CAMB പഠിച്ചാലും മതി. അപ്പോൾ ബേസിക്കലി ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൽ IP3 പഠിക്കില്ല, അല്ലെങ്കിൽ IP3 മാത്രം പഠിക്കും. എന്താണ് IP3, ഇതിൽ 2 IP3 ഉണ്ട്, ഇതിലാണെങ്കിൽ അയൺ ആണ്, ഇവിടെ ആണെങ്കിൽ CAMB ആണ്. അല്ലെങ്കിൽ CAMB IP3 പഠിച്ചാലും മതി, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ ഏറ്റവും എളുപ്പം അത് പഠിക്കുക. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്കറിയാം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ വെസൽസിലാണെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ ഫോളോഡ് ബൈ വാസോ ഡൈലേഷൻ, അത് കൺസ്ട്രക്റ്റീവ് ഡൈലേറ്റ് ആവുകയാണ് ചെയ്യുക കേട്ടോ. ആൻഡ് പോസ്റ്റ് ഇനോട്രോപ്പിക് ആൻഡ് ക്രോണോട്രോപ്പിക് എഫക്റ്റ് ഉണ്ട് 5-HT4 ആൻഡ് BP റെഗുലേഷൻ മേ കോസ് ഹൈപ്പോ ഓർ ഹൈപ്പർ ടെൻഷൻ. സോ ഇതെല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതാണ് വരിക എന്നുള്ളത് വെച്ചിട്ടാണ് കേട്ടോ. നോക്കുന്നത് സ്മൂത്ത് മസിലിന്റെ എഫക്റ്റ് ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ GIT ആണ്. പിന്നെ ബ്രോങ്കിയിൽ കൺസ്ട്രക്ഷൻ നടത്തുന്നു, യൂട്രസ് ആണെങ്കിൽ കൺട്രാക്ട് ചെയ്യുന്നു, എല്ലാം കൺട്രാക്ഷൻ ആണ് കേട്ടോ, എളുപ്പമാണ്. ആൻഡ് CNS എഫക്റ്റ് പറയുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ മൂഡ്, സ്ലീപ്പ്, അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ പറയുവാണെങ്കിൽ ക്ലോട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് GITയിലാണെങ്കിൽ പെരിസ്റ്റാൾസിസ് കൂട്ടാറുണ്ട്, ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കൂട്ടാറുണ്ട്, നൗസിയ, വൊമിറ്റിങ്ങിനൊക്കെ കാരണമാകുന്നതും ഇത് തന്നെയാണ് എന്നുള്ളതാണ്. സോ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ
ആണെങ്കിലും ബ്രോങ്കിയോ കൺസ്ട്രക്ഷൻ ഒക്കെയാണ്. ആൻഡ് കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നത് ഇതിന് കാരണമായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സബായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോമൺ എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഇത്രയും വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് എഴുതാം. പക്ഷെ നിങ്ങൾ ഒരു 10 മാർക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോന്നായിട്ട് എഴുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ആൻഡ് അതർ ആക്ഷൻ പറയുവാണെങ്കിൽ കാർസിനോയിഡ് സിൻഡ്രോം, ഓവർ പ്രൊഡക്ഷൻ ഇൻ എൻഡ്രോക്രൊമാഫിൻ ട്യൂമർ കോസിംഗ് ഡയറിയ, ഫ്ലഷിംഗ് ആൻഡ് ഡിസ്പ്നിയ. സോ ബേസിക്കലി ഈ ഒരു എൻഡ്രോക്രൊമാഫിൻ ട്യൂമേഴ്സ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറിയ, ഫ്ലഷിംഗ്, ഡിസ്പ്നിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആൻഡ് മൈഗ്രേഷനിൽ അല്ലെങ്കിൽ ഹെഡ് ഏക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് മയോകാർഡിയൽ ഇസ്കീമിയ, സോ അഗ്രിവേറ്റ്സ് ഇസ്കീമിയ ഡ്യൂ ടു വാസോ കൺസ്ട്രക്ഷൻ. സോ ഈ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത് കൂടെ ഇസ്കീമിയ ഉണ്ടാവും കേട്ടോ. സോ ഇസ്കീമിയ ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി പാത്തോഫിസിയോളജി പഠിച്ചതാണല്ലോ. അലർജിക് റിയാക്ഷൻ, സോ കോൺട്രിബ്യൂട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറയുവാണെങ്കിൽ ഡിസോർഡർ ലിങ്ക് ടു 5HT ഡിസ്ഫങ്ഷൻ. ലൈക്ക് ഇപ്പൊ നമുക്ക് 5HT എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരികയാണെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഷിസോഫ്രീനിയ, OCD, മൈഗ്രെയിൻ പോലുള്ള കോസ് ഉണ്ടാകും. കണ്ടോ, നിങ്ങൾ ഈ ഒരു 5HTന്റെ ബേസിക് സംഭവങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ അഡ്വേഴ്സ് എഫക്ട്, യൂസ്, അതർ ആക്ഷൻസ് എല്ലാം പഠിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഫാർമക്കോളജിന്റെ ഏറ്റവും വലിയ ഉപയോഗം. ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് 5HT റിസപ്റ്റേഴ്സ് ഡ്രഗ് ടാർഗറ്റ് ചെയ്യുന്നു. ലൈക്ക് ബേസിക്കലി ഡിപ്രഷൻ, ആങ്സൈറ്റി, നൗസിയ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. ഓക്കെ, സോ ഡ്രഗ് ആക്ടിങ് ഓൺ സെറോട്ടോണിക് റിസപ്റ്റർ. സോ സെറോട്ടോണിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഏതൊക്കെയാണ്? അഗോണിസ്റ്റ് ആണ്. സോ ഞാൻ ഓരോ ഡ്രഗും അതിൻ്റെ ഓരോ യൂസും കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഡിഗ്രിക്കാരാണെങ്കിൽ 1-2 പഠിക്കുക, ബാക്കിയുള്ള ആൾക്കാർ ഫുള്ളും പഠിക്കുക. നമ്മളെ GPAT അല്ലെങ്കിൽ PSC ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ. സോ സുമാട്രിപ്റ്റൈൻ 5HT1B ഓർ 1D അഗോണിസ്റ്റ് ആണ്. മൈഗ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് അഞ്ചൈന ഉള്ള ആൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? വാസോ കൺസ്ട്രക്ഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതുകൊണ്ട്. സോ ആൻഡ് ഫ്ലോക്സെറ്റിൻ, SSRI ടൈപ്പ്, ഡിപ്രഷൻ, ആങ്സൈറ്റി. സോ ഞാൻ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യം പോലെ വായിച്ച് പഠിക്കുക. സോ ആന്റഗോണിസ്റ്റിനും എക്സാമ്പിൾ യൂസും ടൈപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒണ്ടാൻസെട്രോൺ ഒക്കെ നോക്കുക, അതൊക്കെ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നതാണ്. അത് ഫാർമസിസ്റ്റിന്റെ ഒരു ഇന്റർവെൻഷനകത്ത് വരുന്ന കേസാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് PSCയിലൊക്കെ മിക്കവാറും അല്ലെങ്കിൽ GPAT-ലൊക്കെ എപ്പോഴും ചോദിക്കാം. ഒണ്ടാൻസെട്രോൺ 5H3 ആന്റഗോണിസ്റ്റ് ആണ്. കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നൗസിയ വോമിറ്റിംഗ്, ഇത് എപ്പോഴും ചോദിക്കും. ഒണ്ടാൻസെട്രോൺ ഏതാണ് ടൈപ്പാണെന്നൊക്കെ മിക്കവാറും എക്സാമിനൊക്കെ ഉണ്ടാവും, ഏത് ടൈപ്പാണ് എന്നുള്ളത്. സോ മൈഗ്രെയിൻ ആൻഡ് ഡ്രഗ് ആക്ടിങ് ഓൺ ഇറ്റ്. ആൻഡ് പാത്തോഫിസിയോളജി പറയുവാണെങ്കിൽ ട്രിഗറിങ്. മൈഗ്രെയിൻ എങ്ങനെ ഉണ്ടാവുന്നത്? നമുക്ക് ഒരാൾക്ക് എങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാവുന്നത്? ആങ്സൈറ്റി വരുമ്പോൾ ഫുഡ്, ചോക്ലേറ്റ്, ചീസ് കഴിക്കുന്ന ആൾക്കാർക്ക് ഹോർമോൺ ചേഞ്ച്, അല്ലെങ്കിൽ ലൈറ്റൊക്കെ അടിക്കുമല്ലോ, അധികം ലൈറ്റ് അടിക്കുന്നവർക്ക്, സ്ട്രെസ്സൊക്കെ അടിക്കുന്നവർക്കൊക്കെ മൈഗ്രെയിൻ പെട്ടെന്ന് വരും. മൈഗ്രെയിൻ എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങളൊക്കെ ഫാർമസി പിള്ളേരല്ലേ, എങ്ങനെയാണ് മൈഗ്രെയിൻ വരുന്നത്, എങ്ങനെ നിങ്ങൾ പറയാം? സോ ഇൻക്രീസ് ടെമ്പറൽ ആർട്ടറി പൾസേഷൻ. സോ ടെമ്പറൽ ആർട്ടറി, നമ്മുടെ ടെമ്പറൽ ആർട്ടറിയിൽ ഭയങ്കരമായിട്ട് പൾസേഷൻ കൂടുകയാണ് ചെയ്യുക. ടെമ്പറൽ ആർട്ടറി മറന്നു വരുന്നത്. ആൻഡ് ന്യൂറോജനിക് പെരിവാസ്കുലർ എഡിമ ആൻഡ് ഇൻഫ്ലമേഷൻ. അങ്ങനെ ന്യൂറോജനിക് പെരിവാസ്കുലർ എഡിമയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക? സോ ബേസിക്കലി മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക, ടെമ്പറൽ ആർട്ടറി പൾസേഷൻ കൂടുകയാണ് ചെയ്യുക. ഇത് കാരണമാണ് ഉണ്ടാവുക. ട്രീറ്റ്മെന്റ് അക്യൂട്ട് മൈഗ്രെയിന് നമ്മൾ അനാൽജസിക്സ്, ആസ്പിരിൻ, പാരസ്റ്റമോൾ കൊടുക്കാറുണ്ട്. സിവിയർ ഐബുപ്രോഫിൻ, പിന്നെ ഡൈക്ലോഫെനാക്, നെപ്രോക്സിന കൊടുക്കാറുണ്ട്. സ്പെസിഫിക് ഏജന്റ് ലൈക്ക് എർഗോട്ടമൈൻ, സുമാട്രിപ്റ്റീൻ ആൻഡ് സോൾമിട്രിപ്റ്റീൻ ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അഡ്ജുവൻ്റ് ആയിട്ട് മെട്രോക്ലോർപ്രൊമൈഡും കൊടുക്കാറുണ്ട്. ഇത് ആൻറ്റിഎമെറ്റിക് ആണ്. അത് മാത്രമല്ല ആസ്പിരിൻ ഇല്ലേ, ആസ്പിരിൻ അബ്സോർപ്ഷൻ കൂട്ടുകയാണ് ചെയ്യുക. അതായത് നമ്മളിവിടെ 2 ഡ്രഗ് കൊടുക്കുമ്പോഴത്തേക്കും ആ 2 ഡ്രഗിനെയും, ഇവിടെ ആസ്പിറിനും ഉണ്ട് ആൻഡ് മെട്രോക്ലോർപ്രൊമൈഡും ഉണ്ടെങ്കിൽ രണ്ടിൻ്റെ ആക്ഷൻ ഒരുമിച്ച് എന്തെങ്കിലും കൂടുകയാണ് ചെയ്യുക. മെട്രോക്ലോർപ്രൊമൈഡ് ആസ്പിറിൻ്റെ ആക്ഷനെ കൂട്ടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇവിടെ ഫെസിലിറ്റേഷൻ ആണ് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഫാർമക്കോളജിയിൽ പഠിച്ച കേസാണ്. സോ മൈഗ്രെയിൻ മിക്കവാറൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 മാർക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിലൊക്കെ മൈഗ്രെയിൻ കാണാറുണ്ട്. സോ അത് ആ സമയത്ത് നമ്മൾ അധികം കാര്യമായിട്ട് തന്നെ എഴുതേണ്ട ആവശ്യമാണ്. ആൻഡ് പ്രൊഫൈലാക്സിസ്. എന്താ പ്രൊഫൈലാക്സിസ്? നമ്മൾ എന്താണ് നേരത്തെ കൊടുക്കുന്നത്, വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷന് വേണ്ടി കൊടുക്കുന്നത് അല്ലേ. സോ ബീറ്റ ബ്ലോക്കേഴ്സ് പ്രൊപ്പർനോൾ ആണ്, ഡോസ് കൊടുത്തിട്ടുണ്ട്. ആസ്മ അറ്റാക്കിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ ഫ്ലുനാറസൈൻ ആൻഡ് ഹൈപ്പോട്ടൻഷൻ, ഫ്ലഷിംഗ്, സെഡേഷൻ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സെറോട്ടൺ ആന്റഗോണിസ്റ്റ് ലൈക്ക് പിസോറ്റിഫൈൻ ഓക്കെ സെഡേഷനും വെയിറ്റ് ഗെയിനും ഒക്കെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് എന്നുള്ളതാണ്. ആന്റി ഡിപ്രസന്റ് ആണെങ്കിൽ അമീട്രിപ്റ്റിലാണ്, സെഡേഷൻ, ട്രൈമോസൺ അഡ്വേഴ്സ് എഫക്റ്റ്. ആന്റി എപ്പിലെപ്റ്റിക് സോഡിയം വാൽപ്രേറ്റ്, ഗാബാപെൻറ്റിൻ
ടോപ്പിറമേറ്റ് ആണ്. സോ ഇത്രയാണ്. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന അതിൽ ഫുള്ള് നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു 20 മാർക്കിനുള്ള നോട്ട് കിട്ടും. നോട്ടും ഉണ്ട്, ഒരു ക്വസ്റ്റ്യനും കിട്ടും എന്നുള്ളതാണ്. 20 മാർക്കിനുള്ളത് എന്തായാലും കറങ്ങി തിരിഞ്ഞ് വരും. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. അറിയാൻ കുറച്ച് പഠിക്കാൻ പാടാണ്, പക്ഷെ അത്രയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാൻ ക്ലാസ് വെച്ചിട്ടുള്ളത്. സോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ഓരോ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് അതനുസരിച്ച് എഴുതാനും പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.